അതെ അതെ, ഞാൻ മാനനഷ്ട കേസ് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഞാൻ നിൽക്കുന്നു എന്ന് വെച്ചാൽ അവർ ഭയന്നു. എന്തിനാണ് ഭയക്കുന്നത്? ഇത് മാറിക്കൊടുക്കാൻ തയ്യാറാവണം അവർ എന്നും ഈ കസേര കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ലല്ലോ. ആളുകൾ മാറി വന്നെങ്കിൽ മാത്രമേ പുരോഗതി ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ തന്നെ ഈ അസോസിയേഷനിൽ ഈ പ്രാവശ്യം പ്രസിഡൻ്റായി ജയിക്കുകയാണെങ്കിൽ അടുത്ത ടേമിൽ ഞാൻ ഇരിക്കില്ല. ഞാൻ മാറിക്കൊടുക്കണം. പുതിയ ആളുകൾക്ക് അവരുടെ പൊട്ടൻഷ്യൽ കാണിക്കാൻ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിന് സമ്മതിക്കാതെ വർഷങ്ങളായിട്ട് 10-15 പേര്, ഇപ്പം ഹേമ കമ്മിറ്റിയിൽ പറയുന്ന പോലെ ഒരു പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന പോലെ 10-15 പേര് അടക്കി വാഴുന്ന ഒരു അസോസിയേഷനാണിത്. അതാണ് ചോദിക്കാൻ വന്നത്. ഈ ജനാധിപത്യമായ രീതിയിലാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് മുൻപൊക്കെ ഉണ്ടാവാറുള്ളത്, ഇങ്ങനെ പോളിംഗ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതോ സമവായത്തിലൂടെ തെരഞ്ഞെടുക്കുകയാണോ പതിവ്? അല്ല, ഇവിടെ പാനൽ ഉണ്ടാവാറുണ്ട്. ആ പാനലിനാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. അതുപോലെയാണ്. ഇപ്പോൾ വേറെ ആരും ഇവർക്കെതിരെ വരുന്നില്ല. ഇപ്പോൾ പോലും പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്നത് ശ്രീ ബി രാഗേഷ് ആണെന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹത്തിനെതിരായി നിൽക്കാൻ ഞാനല്ലാതെ വേറൊരാളില്ല ഇവിടെ. അപ്പോൾ അത് തന്നെ പരിതാപകരമായൊരു സിറ്റുവേഷനാണ്. മുന്നോട്ട് വരുന്നില്ല ആളുകൾ. മത്സരിക്കണ്ടേ? ഈ 2-ാം തീയതിയാണ് ഇതിൻ്റെ അവസാന ഡേറ്റ്. നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന ഡേറ്റ്. 4-ാം തീയതി സ്ക്രൂട്ടണിയാണ്. അപ്പോൾ ഇനിയും എനിക്കെതിരെയുള്ള അവരുടെ ഒളിയമ്പുകൾ ഇരിക്കുകയാണെന്നുള്ളത് എനിക്കറിയാം. എന്നാലും ഈ നോമിനേഷൻ തള്ളാനായിട്ടുള്ള എല്ലാ പരിപാടികളും എല്ലാ ആസൂത്രണങ്ങളും അവർ നടത്തുന്നുണ്ട്. എന്നാൽ പോലും ഞാൻ ഒരു ഫൈറ്ററാണ്. ഞാനത് അവസാനം വരെ ഞാൻ പൊരുതുക തന്നെ ചെയ്യും. എപ്പോഴും കൂടെ ഇന്ന് ഇവിടെ ഫൈറ്റുന്നത് വിനയൻ സാറാണ്. വിനയൻ സാർ മത്സരിക്കുന്നുണ്ട്. ഇതിന് പൂർണ്ണ പിന്തുണയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. മത്സരിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ഈ തുറിച്ചുനോട്ടങ്ങൾ ഒഴിവാക്കാൻ വസ്ത്രധാരണ രീതി മാറ്റിയാൽ മതിയെന്നുള്ള ഒരു അഭിപ്രായത്തോട് ന്യായീകരിക്കുന്നതായില്ലേ ഈ ഒരു പറഞ്ഞത്? അല്ല, അതല്ല. ഇത് ഞാൻ എൻ്റെ മാത്രം നിലപാടിൻ്റെ ഭാഗമായിട്ട് എൻ്റെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളൊരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ തീർച്ചയായിട്ടും അതെ. അതിനോട് ഞാൻ യോജിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇന്ന് ഞാൻ നോമിനേഷൻ കൊടുക്കാൻ വരുമ്പോൾ എൻ്റെ ഒരു പ്രതിഷേധ സൂചകമായി ഞാൻ ഈ വസ്ത്രം ഇത് നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം കവർ ചെയ്യുന്ന ഒരു വസ്ത്രമായതുകൊണ്ട് ഇങ്ങനൊരു വേഷം ധരിച്ചു എന്ന് മാത്രമേ. അതിന് കാരണം അവർ ഇപ്പോൾ ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ 2 സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ള ഒരു നിർമ്മാതാവാണെന്നാണ്. അങ്ങനെയല്ല എന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിലും ഞാൻ 16ഓളം സിനിമകൾ നിർമ്മിച്ചിട്ടുള്ളൊരു നിർമ്മാതാവാണ്. കൂടാതെ 9 സിനിമകൾ എൻ്റെ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുള്ളൊരു നിർമ്മാതാവ് കൂടെയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 2 സിനിമകളെ മാത്രം വെച്ചിട്ടാണ് ഇപ്പോൾ അവർ ഇതിനെ തള്ളാനായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നത്. അത് തെറ്റായ കാര്യമാണ്. ബൈലോയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബൈലോയിൽ പറഞ്ഞിരിക്കുന്നത് ഏത് റെഗുലർ മെമ്പറിനും 3 സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് മത്സരത്തിൽ ഇവിടുത്തെ കീ പോസ്റ്റിൽ മത്സരിക്കാം എന്ന് കൃത്യമായി ബൈലോയിൽ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. ഞാൻ ഈ നാമനിർദ്ദേശ പത്രികയുടെ കൂടെ തന്നെ 3 സെൻസസ് സർട്ടിഫിക്കറ്റും വെച്ചു. സക്രിയയുടെ ഗർഭിണികൾ, മങ്കി പെൻ, അടികപ്പിയാരെ കൂട്ടമണി, ഈ 3 സിനിമകളും എല്ലാവർക്കും അറിയാവുന്ന സിനിമകളാണ്. ഈ 3 സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് എൻ്റെ പേരിലാണ് ഈ 3 സിനിമകളും സെൻസർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ കേസ് അതങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഈ 4 പേരെ ഒന്നാം പ്രതി ശ്രീ ആൻഡോ ജോസഫ്, 2-ാം പ്രതി ബി രാഗേഷ് സെക്രട്ടറി, 3-ാം പ്രതി അനിൽ തോമസ്, 4-ാം പ്രതി ഔസേപ്പച്ചൻ, ഇങ്ങനെ 4 പേരെ പ്രതികളാക്കിക്കൊണ്ട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസാണ്. മാത്രമല്ല ഇപ്പം ഈ പറയുന്ന സെക്രട്ടറിയായ ശ്രീ ബി രാഗേഷ് ഇപ്പം നമ്മുടെ മീഡിയകളിലൂടെയും എല്ലായിടത്തും വളരെ ചർച്ചയായ ഒരു കാര്യമാണ് ഈ ലഹരിയുടെ ഉപയോഗവും സിനിമാ മേഖലയിലെ ലഹരിയും ഇതിനെ സംബന്ധിച്ച്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ഇതിൽ ഒരു പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു ഡയറക്ടറെ വെച്ച് അദ്ദേഹം പടം അനൗൺസ് ചെയ്തു. അപ്പോൾ പോലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മറ്റ് നിർമ്മാതാക്കളോട് പറയുന്നത് ഇവർ ഈ നടന്മാരുടെ കയ്യിൽ നിന്ന് അഫിഡവിറ്റ് വാങ്ങണം എന്നാണ്. ഇവർ ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള അഫിഡവിറ്റ് വാങ്ങണം എന്ന നിബന്ധന വെക്കുമ്പോൾ, ഒരു സൈഡിൽ കൂടെ നിബന്ധന വെക്കുമ്പോൾ പാവപ്പെട്ട ഈ നിർമ്മാതാക്കൾ പോയി ആർട്ടിസ്റ്റിനോട് ഈ അഫിഡവിറ്റ് ചോദിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആർട്ടിസ്റ്റ് അതിൽ നിന്ന് പിന്മാറും. അപ്പോൾ ആ പ്രോജക്റ്റ് നഷ്ടമാവുകയാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ സെക്രട്ടറി ചെയ്യുന്ന എന്താണ്? സെക്രട്ടറി അതേ ഡയറക്ടറെ വെച്ച് ഉടനെ തന്നെ പടം അനൗൺസ് ചെയ്യുന്നു. എന്ത് നിലപാടാണ് അതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെയാണ് ഈ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഈ കാർന്നവർക്ക് എന്തും ചെയ്യാം എന്ന് പറയുന്നത്. അതേപോലത്തെ ഒരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ.